നമസ്കാരം. എൻ്റെ പുറകിൽ കാണുന്ന ഈ ഒരു വീട് കണ്ടോ? മനോഹരമായിട്ടുള്ള ഈ വീടിൻ്റെ ഹോം ടൂർ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. യുണീക്ക് ആയിട്ടുള്ള വീടുകൾ തേടിയിട്ട് നമ്മൾ ഇന്ന് വന്ന് നിൽക്കുന്നത് മലപ്പുറം ജില്ലയിൽ എടപ്പാൾ എന്ന് പറയുന്ന സ്ഥലത്താണ്. കിഡിലനായിട്ട് ചെയ്തിട്ടുള്ള ഈ വീടിൻ്റെ എക്സ്റ്റീരിയർ ഇൻറ്റീരിയർ കാഴ്ചകളാണ് ഇന്നത്തെ മൈ ബെറ്റർ ഹോം വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കോമ്പൗണ്ട് വാളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇതാണ് ഗേറ്റിൻ്റെ ഡിസൈൻ നൽകിയിരിക്കുന്നത്. സ്ലൈഡിങ് ഗേറ്റ് ആണ്. ഇതേപോലെ നമുക്ക് വാളിൻ്റെ ഭാഗത്തേക്ക് സ്ലൈഡ് ചെയ്ത് വെക്കാൻ പറ്റും. വലിയൊരു മുറ്റം നൽകിയിട്ടുണ്ട്. ബാംഗ്ലൂർ സ്റ്റോൺ ആണ് മുറ്റത്ത് വിരിച്ചിരിക്കുന്നത്. ഇടയിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് നൽകിയിരിക്കുന്നു. ഈ ഭാഗത്ത് ഒരു പേവർ സ്ട്രിപ്പ് നൽകിയിട്ടുണ്ട്. വീടിൻ്റെ സിറ്റ് ഔട്ട് സ്റ്റെപ്പിലേക്ക് വരുന്ന രീതിയിലാണ് ഈ ഒരു പേവർ സ്ട്രിപ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ എലിവേഷനിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഫുൾ ഒരു വൈറ്റ് കണ്ടംപററി തീമിൽ ചെയ്തിരിക്കുന്ന ഒരു വീടാണ്. വിൻഡോസ് വൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. വലിയ ഗ്ലാസ്സുകൾ വരുന്നുണ്ട്. സിറ്റ് ഔട്ടിൽ ഗ്ലാസ് പ്രൊജക്ഷൻസ് നൽകിയിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാൽക്കണീസ് വരുന്നുണ്ട്. അങ്ങനെ ഒരു കണ്ടംപററി വീടിന് വേണ്ട എല്ലാ തരത്തിലുള്ള ഇൻഗ്രീഡിയൻസും വെച്ചിട്ടാണ് ഈ ഒരു വീട് മേക്ക് ഓവർ ചെയ്തിട്ടുള്ളത്. ഈ വീടിൻ്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റുകളിലൊന്നാണ് ഇതേപോലെയുള്ള ഫുൾ ഗ്ലാസ്സുകൾ. ഇത്തരത്തിലുള്ള ഗ്ലാസ്സുകൾ ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നോർമൽ ഗ്ലാസ് അല്ല ഇവിടെ നൽകുന്നത്, പകരം ലാമിനേറ്റഡ് ഗ്ലാസ് ആണ്. ടഫൻ ഗ്ലാസ്സും അല്ല, ലാമിനേറ്റഡ് ഗ്ലാസ് ആണ് യൂസ് ചെയ്യേണ്ടത്. അങ്ങനെ വരുമ്പോഴാണ് സേഫ്റ്റിയുടെ കാര്യത്തിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ പ്രിക്കോഷൻസ് എടുക്കാൻ സാധിക്കുക. കർട്ടൻസും ഇതേപോലെ നൽകിയിട്ടുണ്ട്. അതേപോലെ ആ ഒരു ഔട്ട് സൈഡ് നോക്കുന്ന സമയത്ത് ഗ്ലാസ് പ്ലസ് കർട്ടൻ്റെ ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. ഇൻറ്റീരിയറും വൈറ്റ് കളറിൽ തന്നെ ചെയ്തിരിക്കുന്നു. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് അകത്ത് കയറിയിട്ടൊന്ന് കാണാം. ഈ ഭാഗത്താണ് സിറ്റ് ഔട്ട് നൽകിയിരിക്കുന്നത്. സിറ്റ് ഔട്ടിൻ്റെ സ്റ്റെപ്പ് ഈ ഭാഗത്ത് കട്ട് ചെയ്തിട്ട് ഇവിടെ ഒരു പ്ലാന്റ് ഒക്കെ നൽകിയിരിക്കുന്നു. ഒരു ചെറിയ ബോൺസായി പ്ലാന്റ് പോലെ നൽകിയിട്ടുണ്ട്. നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഒരു മിനിമം സ്പേസ് ഉള്ള സിറ്റ് ഔട്ടാണ് നൽകിയിരിക്കുന്നത്. ഗ്ലാസ് നൽകിയിട്ടുണ്ട്. സിറ്റ് ഔട്ടിലേക്ക് പൂച്ചകളൊന്നും കയറി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഗ്ലാസ് റെയിലിംഗ് നൽകിയിരിക്കുന്നു. 2 സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട് ഡോറിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഫ്രണ്ട് ഡോറും വൈറ്റ് തീമിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഡോറിൽ ഇതേപോലെ ഗ്രൂസുകൾ നൽകിയിരിക്കുന്നു. ഒരു ഹാൻഡിൽ ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട്. വീടിനകത്ത് കയറിയിട്ട് നമുക്ക് ഇൻറ്റീരിയർ കാഴ്ചകളൊന്ന് കാണാം. സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ കയറി വരുന്നത് ഒരു ഫോയർ സ്പേസിലേക്കാണ്. ഇവിടെ ഫ്ലൂട്ടഡ് ഗ്ലാസ് കൊണ്ട് ഒരു ടെമ്പററി പാർട്ടീഷൻ നൽകിയിട്ടുണ്ട്. തൊട്ടടുത്താണ് ഫാമിലി ലിവിങ് സ്പേസ് വരുന്നത്. അതിനോട് ചേർന്ന് ഡൈനിങ് സ്പേസ് എല്ലാം നൽകിയിട്ടുണ്ട്. വീടിനകത്തേക്ക് ആദ്യം കയറിയാൽ നമുക്ക് ലിവിങ് സ്പേസിലേക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. ഇവിടെയാണ് ഫോർമൽ ലിവിങ് സ്പേസ് ചെയ്തിരിക്കുന്നത്. ന്യൂട്രൽ കളർ തീമിലാണ് ഈ ഒരു ലിവിങ് റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിമനോഹരമായിട്ട് ചെയ്തിരിക്കുന്നത്. ഒരു ലോഞ്ചർ ടൈപ്പ് സോഫയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. എൽ ഷേപ്പിൽ ഇതേപോലെ കർട്ടൻ നൽകി. ഫുൾ ഹൈറ്റിലാണ് കർട്ടൻ നൽകിയിട്ടുള്ളത്. സീലിംഗിന്റെ മുകളിൽ നിന്നാണ് ആ ഒരു കർട്ടൻ വരുന്നത്. സീലിംഗിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു മോഡേൺ ഷാൻലിയറിൽ പെട്ട ഒരു ഹാങ്ങിങ് ലൈറ്റ് ലിവിംഗിൽ വരുമ്പോൾ തന്നെ ആ ഒരു ഭാഗം നല്ലൊരു റിച്ച് ആയിട്ടുള്ള ഒരു ഫീൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഓപ്പോസിറ്റ് സൈഡിൽ TV യൂണിറ്റ് ആണ് വരുന്നത്. ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് നൽകിയിരിക്കുന്നു. ഹൈലൈറ്റർ ആയിട്ട് PVC ഫ്ലൂട്ടഡ് പാനൽ നൽകിയിരിക്കുന്നു. ടെക്സ്ചർ പെയിൻ്റ് ആണ് വാളിൽ നൽകിയിട്ടുള്ളത്. റൂമിൻ്റെ സൈസ് നോക്കാം. 3 മീറ്റർ വീതി നൽകിയിരിക്കുന്നു. 3.6 മീറ്റർ ആണ് ഇവിടെ നീളം വരുന്നത്. നേരെ നമ്മൾ തിരികെ ഫോയർ സ്പേസിലേക്കും കോമൺ സ്പേസിലേക്കും ഒന്ന് പോവാം. തിരികെ ഫോയർ സ്പേസിൽ വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ ഫാമിലി ലിവിങ് സ്പേസ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മനോഹരമായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു സോഫ സെറ്റാണ് നൽകിയിരിക്കുന്നത്. ഒരു സിംഗിളും ഒരു 3 സീറ്ററും ഇവിടെ നൽകിയിരിക്കുന്നു. മോഡേൺ സോഫ സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത്. വാളിൽ ഒരു ഗ്ലാസ് വാൾ ഇതേപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്ലാസ് പാനലിംഗ് എന്നാണ് ഇതിനെ പറയുക. ചെറിയ സ്പേസ് ആണെങ്കിൽ അതിനെ ആംപ്ലിഫൈ ചെയ്ത് വലിയ സ്പേസ് ആക്കാൻ ഇതേപോലെയുള്ള ഗ്ലാസ് പാനലിംഗ് സഹായിക്കും. 2 സൈഡിലും വെയിൻസ്കോട്ട് മോൾഡിങ് നൽകിയിരിക്കുന്നു. സെൻറ്ററിൽ വാൾപേപ്പർ സെറ്റ് ചെയ്തിരിക്കുന്നു. അടിപൊളിയായിട്ടുള്ളൊരു വാൾപേപ്പറും ചെയ്തിട്ടുണ്ട്. ചെറിയ സ്പേസിനകത്ത് തന്നെ ഇവിടെ ഒരു ഓപ്പൺ കിച്ചൺ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഒരു ഐലൻഡ് സെൻറ്ററിൽ ഇതേപോലെ നൽകിയിരിക്കുന്നു. അതിലൊരു ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് നൽകിയിട്ടുണ്ട്. ഇതാണ് കിച്ചൻ്റെ ആ ഒരു സ്റ്റൈലിംഗ്. ഫുൾ വൈറ്റിലാണ്. ഇവിടെ നമ്മൾ ഫ്ലോറിങ്ങിലേക്ക് വരികയാണെങ്കിൽ വൈറ്റ് വിട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കിച്ചൺ ക്യാബിനറ്റിലേക്ക് വരികയാണെങ്കിൽ വൈറ്റ് ഗ്ലോസിയാണ് ചെയ്തിരിക്കുന്നത്. കൗണ്ടർ ടോപ്പിലേക്ക് വരികയാണെങ്കിൽ വൈറ്റിൽ തന്നെ വരുന്ന ക്വാർട്സ് മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അടിപൊളിയായിട്ട് വൈറ്റ് ഫിനിഷിൽ ചെയ്തിരിക്കുന്ന ഒരു കിടിലൻ വീടാണിത്. ഇവിടെ ഒരു ക്രോക്കറി യൂണിറ്റും കൂടെ നൽകിയിട്ടുണ്ട്. നല്ല നല്ല പാത്രങ്ങൾ അതിൽ സെറ്റ് ചെയ്ത സമയത്ത് നല്ല മനോഹരമായിട്ടൊരു ടിൻറ്റഡ് ഗ്ലാസും അകത്ത് ലൈറ്റൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്ത് വയ്ക്കാൻ ഇതിൻ്റെ ആർക്കിടെക്ട്സിന് സാധിച്ചിട്ടുണ്ട്. വീടിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷനിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് ഇത് ചെയ്തിരിക്കുന്ന ആർക്കിടെക്ട്സിനെ നമുക്കൊന്ന് പരിചയപ്പെടാം.
വലിയൊരു വീട് വെക്കുക എന്നുള്ളതല്ല പ്രധാനപ്പെട്ടത്. വളരെ വൃത്തിയുള്ള നല്ല ഭംഗിയുള്ള വീട് വെക്കുക, നല്ല കാഴ്ചപ്പാടുകളും ചിന്തകളുള്ള ഒരു മനസ്സ് കൊണ്ടെടുക്കുക എന്നുള്ളതാണ്. എത്ര ചെറിയ സ്പേസ് ആണെങ്കിലും നല്ല കാഴ്ചപ്പാടുകളും നല്ല ഐഡിയാസും വെച്ചിട്ട് ആ ഒരു സ്പേസിനെ ഭംഗിയാക്കി മാറ്റുന്ന ആളുകളാണ് എൻ്റെ കൂടെയുള്ളത്. മോക്ക ആർക്കിടെക്ട്സ് ആൻഡ് ഇൻറ്റീരിയേഴ്സ്. വെൽക്കം ടു മൈ ബെറ്റർ ഹോം. ആദ്യമായിട്ട് നിങ്ങളെ ഫേസ് കാണുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് പേരും നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ഡീറ്റെയിൽസും ഒന്ന് പറഞ്ഞു കൊടുത്താൽ. ഓക്കെ, എൻ്റെ പേര് നവാസ് എന്നാണ്. നമ്മളെ ഫേം വരുന്നത് മലപ്പുറം കുന്നുമ്മലാണ്. മോക്ക ആർക്കിടെക്ട്സ് ഇൻറ്റീരിയേഴ്സ് എന്നാണ്. അതിൽ നമ്മൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A to Z വരെയുള്ള വർക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൽ ഒരു വീട് ഫസ്റ്റ് സ്റ്റാർട്ടിങ് മുതൽ എൻഡ് കീ കൊടുക്കുന്ന വരെയുള്ള മൊത്തമായിട്ടുള്ള വർക്ക് പ്ലാൻ, കൺസ്ട്രക്ഷൻ, ഇന്റീരിയർ, ഫുൾ വർക്ക് നമ്മൾ ചെയ്തു കൊടുക്കും. ആരൊക്കെയാണ് ഇതിന്റെ ഡയറക്ടേഴ്സ്? ഇതിൽ നമുക്ക് ഡയറക്ടേഴ്സ് 4 പാർട്ട്നേഴ്സാണ് വരുന്നത്. ഒന്ന് ഷമീർ, അനസ്, വിപിന്, പിന്നെ നിങ്ങളുടെ പേര് നവാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, കേരളത്തിൽ എല്ലാ സ്ഥലത്തും നിങ്ങളുടെ സർവീസുകൾ അവൈലബിൾ ആണ്. കേരളത്തിൽ എവിടെ നമ്മൾ വന്നിട്ട് ചെയ്യുന്നു. അതിമനോഹരമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കളർ തീമാണ് ഈ വീടിനുള്ളത്. ഫുള്ള് വൈറ്റ് അല്ലേ? അതെ, ഇത് ഫ്ലോർ, വാള് എല്ലാം വൈറ്റ്. ഇത് ക്ലയന്റ് നമ്മളടുത്ത് പറഞ്ഞത് നമുക്ക് ഫുള്ള് വൈറ്റ് തീമാണ് വേണ്ടത് എന്നുള്ളതാണ്. അതിൽ ചില എലമെന്റ് മാത്രം നമ്മളൊന്ന് കളർ കോമ്പിനേഷനിൽ ഹൈലൈറ്റ് ചെയ്യുന്ന ഭാഗങ്ങൾ മാത്രം. ഇപ്പൊ സോഫ, ഇൻകേസ് പാർട്ടീഷൻസ് ചെയ്തിരുന്ന ബാക്കിയുള്ളതെല്ലാം വൈറ്റിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. യെസ്, ക്ലയന്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവരുടെ ഭാഗത്ത് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. 100%. അവർ നമുക്കും സപ്പോർട്ടായിരുന്നു, നമ്മൾ അവർക്കും സപ്പോർട്ടായിരുന്നു. യെസ്, അതാണ് ഒരു പ്രൊജക്ടിന്റെ ഈ ക്ലയന്റിന് ഒരു പ്രത്യേകത. ഈ ക്ലയന്റ് നമുക്ക് വേറൊരു വർക്ക് കണ്ടിട്ട് അവര് നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ സൈറ്റിൽ എത്തുന്നത്. നമ്മളെ വർക്ക് വേറൊരു സൈറ്റിൽ നിന്ന് കണ്ടിട്ട് ഓക്കെ ആയിട്ടാണ് നമ്മൾ ഇവിടെ വന്നിട്ട് ക്ലയന്റിനെ സംസാരിച്ചിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങളെല്ലാം ഈ വീട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ കാണിച്ച് തന്നതിന് ശേഷം സംസാരിക്കാം. ഞാനൊന്ന് മൊത്തം കാണിക്കട്ടെ. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊക്കെ നോക്കാം അല്ലേ? സ്പേസും കാര്യങ്ങളൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് നോക്കാം. ഇവിടെ 3.3 മീറ്ററാണ് വീതി നൽകിയിട്ടുള്ളത്. ഏതാണ്ട് ഒരു 3.9 മീറ്റർ ഇവിടെ വരെ ലെങ്ത് നൽകിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടൊരു 3.6 കിച്ചണിലേക്ക് 3.3 കിച്ചന് വീതി നൽകിയിട്ടുണ്ട്. കിച്ചൺ WPC-യിലാട്ടോ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നനഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം വരും എന്നുള്ള ഫീലിങ്സ് ഒന്നും ഉണ്ടാവില്ല. നനഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പവും വരാത്ത കിച്ചണാണ് ഈ WPC കിച്ചൺ എന്ന് പറയുന്നത്. ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഡൈനിങ് സ്പേസ് ഇവിടെ ഒരു സ്റ്റെപ്പ് താഴ്ചയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കൗണ്ടർ ടോപ്പ് നോക്കൂ, ഡൈനിങ് ടേബിളിൻ്റെ കൗണ്ടർ ടോപ്പും ഇതിൽ വെച്ചിരിക്കുന്ന പ്ലേറ്റൊക്കെ ഒരേ കളറിൽ തന്നെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയിലാണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങളും സെലക്ട് ചെയ്തിരിക്കുന്നത്. നമ്മളൊക്കെ ഒരു വീട് വെക്കുക ഒരുപാട് ആഗ്രഹിച്ചിട്ടും ഒരുപാട് പ്ലാൻ ചെയ്തിട്ടും ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുമാണ് വീട് വെക്കുക. അങ്ങനെ ഇതിൻ്റെ പുറകെ ഒരുപാട് നമ്മൾ റിസർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു റിസൾട്ടാണ് ഒരേ കളറിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കളക്ട് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത്. ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ വെയിൻസ്കൗട്ട് മോൾഡിങ്ങിൽ വാൾ ലൈറ്റുകൾ നൽകിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് വാൾ ലൈറ്റുകൾ കാണാൻ. ഇവിടെ കർട്ടൻസ് നൽകിയിരിക്കുന്നു. പുറത്തേക്ക് ഇറങ്ങാൻ ഇവിടെ ഒരു സ്ലൈഡിങ് ഡോർ നൽകിയിട്ടുണ്ട്. നമുക്കിപ്പം കേർട്ടൻ ഇങ്ങോട്ട് നീക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയ പാറ്റിയോ സ്പേസ്, എല്ലാ സൗകര്യങ്ങളും ഈ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ചെറിയ സ്പേസാണ്. ഇവിടെ ഗ്രില്ലൊക്കെ നൽകിയിട്ടുണ്ട്. ഒരു പാറ്റിയോ സ്പേസ്. ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു ചെയറൊക്കെ ഇട്ടിട്ട് ഒന്ന് ചില്ല് ചെയ്യാൻ പറ്റുന്ന ഏരിയയിൽ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നു. നമുക്കിതിന് മൊസ്കിറ്റോ നെറ്റൊക്കെ നൽകിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഫ്രഷ് എയർ മാത്രം വീട്ടിലേക്ക് വരണം, കൊതുകൊന്നും വരണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു മൊസ്കിറ്റോ നെറ്റ് ഇതേപോലെ ക്ലോസ് ചെയ്ത് വെച്ചാൽ മതി. നേരെ ഈ ഭാഗത്ത് വരികയാണെങ്കിൽ തൊട്ടടുത്ത് തന്നെ സ്റ്റെയർ കേസ് നൽകിയിട്ടുണ്ട്. സ്റ്റീലിലാട്ടോ സ്റ്റെയർ കേസ് ചെയ്തിരിക്കുന്നത്. സ്റ്റീൽ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റെയർ കേസാണ്. അടിയിൽ ഇതേപോലെ സ്റ്റീലിൻ്റെ സെക്ഷൻ കൊടുത്തിരിക്കുന്നത്. മുകളിൽ വുഡാണ് ചവിട്ടുന്ന ഭാഗത്തൊക്കെ നൽകിയിരിക്കുന്നത്. മുകളിലേക്ക് നമ്മൾ കയറുന്നതിന് മുമ്പ് കിച്ചൺ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണാനുണ്ട്. ഇതൊരു ഫോർമൽ കിച്ചണാണ്. വർക്കൊക്കെ നടക്കുന്നത് ഇവിടെ വർക്ക് ഏരിയയിൽ വെച്ചാണ്. അതും അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് കാണാം. നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള സേജ് ഗ്രീനിൽ ചെയ്തിരിക്കുന്ന ഒരു കിച്ചണാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. WPC ആണ് മെറ്റീരിയൽ. അതിൻ്റെ മുകളിൽ ലാമിനേറ്റ് ചെയ്തിരിക്കുന്നു. കോട്ട്സ് ആണ് കൗണ്ടർ ടോപ്പായിട്ട് നൽകിയിട്ടുള്ളത്. സൗകര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇവിടെ ഇതേപോലൊരു കൗണ്ടർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു ഫ്ലൂട്ടഡ് ടൈപ്പ് ലാമിനേറ്റാണ് കൊടുത്തത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഫ്ലൂട്ടഡ് വരുന്ന സമയത്ത് നല്ല ഭംഗിയുണ്ട്. അടിയിൽ വാം ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മൊത്തം എലമെൻറ്റ് വരുമ്പോഴാണ് നമുക്ക് ഈ കിച്ചൻ്റെ ഫുൾ ആ ഒരു രസം കിട്ടുക. മുകളിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഇതേപോലെ ടിൻറ്റഡ് ഗ്ലാസ് ഏരിയ നൽകിയിരിക്കുന്നു. തൊട്ട് താഴെയാണ് സിങ്ക് നൽകിയിട്ടുള്ളത്. ഇവിടെയാണ് റെഫ്രിജറേറ്റർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഹെയറിൻ്റെ റെഫ്രിജറേറ്ററാണ് ഇവിടെ കൊടുത്ത് സൈഡ് ബൈ സൈഡായിട്ട് ഓപ്പൺ ചെയ്യാം. ഇവിടെയാണ് ഞാൻ ഏറ്റവും ശ്രദ്ധിച്ചിട്ടുള്ളൊരു ഏരിയ. ഒരു വിറകടുപ്പ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്ത് ടൈലാട്ടോ നൽകിയിട്ടുള്ള ഒരു ഗ്രാനൈറ്റിൻ്റെ ഫിനിഷ് കിട്ടുന്ന ടൈല് വാളിൽ കൊടുത്തിരിക്കുന്നു. നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നമ്മുടെ വലിയ പാത്രങ്ങളൊക്കെ കഴുകാൻ പറ്റുന്നൊരു ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പം വലിയ ചെമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇവിടുന്ന് കഴുകാം. സാധാരണ നമ്മുടെ വാളിൽ നിന്ന് കുറച്ചുകൂടെ സ്ലാബ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു ഭാഗം ഉണ്ടാക്കിയിരിക്കുന്നത്.
വാഷിംഗ് ഏരിയ നമ്മൾ കാണിച്ചില്ല. ഇവിടെ ഒരു വാഷ് ബേസിൻ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് സ്പേസ് ഇവിടെയാണെങ്കിൽ തൊട്ടടുത്ത് തന്നെ. ഡൈനിങ് സ്പേസിൽ നിന്ന് നേരിട്ട് കാണാത്ത രീതിയിൽ അതിൻ്റെ പ്ലാനിംഗ് ഒക്കെ വന്നിട്ടുള്ളത്. ഇവിടെ ഒരു വാഷ് ഏരിയ ചെയ്തിരിക്കുന്നു. വാളിൽ ഇതേപോലെ വാൾപേപ്പറാണ് നൽകിയിരിക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു വാൾപേപ്പർ. മിറർ കൊടുത്തപ്പോൾ ഇതേപോലെ കോമ്പിനേഷനായിട്ട് കൊടുത്തു. ഒരു വലിയ മിറർ, പിന്നെ ഒരു ചെറുത്, പിന്നെ അതിലും ചെറുതാക്കി ഒരു കോമ്പിനേഷനായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു പ്രയർ യൂണിറ്റ് നൽകിയിട്ട് ഒരു നിസ്കാര മുറി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫ്ലൂട്ടഡ് ഗ്ലാസ് ആണ് ഡോറിന് നൽകിയിരിക്കുന്നത്. ഇതേപോലെ ഒരു ചെറിയ നിസ്കാര മുറി അതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 ബെഡ്റൂമുകളാണ് ഈ വീട്ടിലുള്ളത്. അതിൽ ആദ്യത്തെ ബെഡ്റൂം ഈ ഭാഗത്താണ്. നേരെ ബെഡ്റൂമിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ന്യൂട്രൽ തീം പ്ലസ് ഒരു ഗ്രീൻ ഷെയ്ഡും കൂടെ ആഡ് ചെയ്തിട്ട് ഒരു എർത്തി ടോൺസ് വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. നല്ല രസമുള്ളൊരു ഓഫ് വൈറ്റ് കളർ ഹെഡ് ബോർഡായിട്ട് നൽകിയിരിക്കുന്നു. ഗ്രീൻ ആണ് വാളിൽ കൊടുത്തിരിക്കുന്നത്. കിച്ചണിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് അല്ലേ. ഒരു കാമായിട്ടുള്ളൊരു സൈക്കോളജിയാണ് ഈ ഗ്രീൻ കളറിന് ലഭിക്കുക എന്നാണ് പറയുക. വാളിൽ ഇതേപോലെ മോൾഡിങ്സുകൾ കൊടുത്തിട്ടുണ്ട്. PVC വെയിൻസ്കോട്ട് മോൾഡിംഗ് എന്നാണ് പറയുക. വാൾ ലൈറ്റുകൾ നൽകിയിരിക്കുന്നു. നല്ല ഭംഗിയുണ്ട് അല്ലേ. 2 ലൈറ്റുകൾ 2 സൈഡിൽ നൽകിയിട്ടുണ്ട്. ഇതിനോട് മാച്ച് ചെയ്യുന്ന കർട്ടൻ ഇവിടെ കൊടുത്തു, ഗ്രീനും വൈറ്റും. ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ വലിയൊരു അലമാര വാർഡ്രോബ് നൽകിയിരിക്കുന്നു. ഓഫ് വൈറ്റും ഗോൾഡും. ഈ ഭാഗത്തേക്ക് ഒരു ഡ്രസ്സിങ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. നേരെ ഇവിടെ വരികയാണെങ്കിൽ ഇതാണ് അറ്റാച്ച്ഡ് ടോയ്ലറ്റ്. FRP ഡോറാണ് ടോയ്ലറ്റിന് നൽകിയിരിക്കുന്നത്. ടോയ്ലറ്റിൻ്റെ ടൈൽ ഡിസൈനിലേക്ക് വരികയാണെങ്കിലും ഒരു ഓണിക്സ് ഗ്രീൻ എന്ന് പറയുന്ന ടൈലാണ് ടോയ്ലറ്റിന് വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂം നോക്കാം. ഗസ്റ്റ് ബെഡ്റൂം എന്നൊക്കെ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ബെഡ്റൂമാണ്. ഇതാണ് 2ാമത്തെ ബെഡ്റൂം. റൂം ഡോറ് നല്ല രസമുണ്ട് കേട്ടോ. ഇതിങ്ങനെ തന്നെ ഡോറ് വരുന്നതാണ്. FRP ഡോർ എന്നാണ് ഇത്തരം ഡോറുകളെ വിളിക്കുക. വൈറ്റ് കളറിൽ തന്നെ വരുന്നു. ബെഡും അതേപോലെ വാർഡ്രോബും ഇമ്പോർട്ടഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇമ്പോർട്ടഡ് മോഡൽസ് ആണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ എഡ്ജുകളൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് വരുന്നത്. തൊട്ടടുത്ത് തന്നെ ഒരു മിറർ യൂണിറ്റ് നൽകിയിട്ടുണ്ട്. നല്ല രസമുള്ള, അതും ഇതിൻ്റെ കൂടെ തന്നെ ഒരു സെറ്റായിട്ട് വാങ്ങുമ്പോൾ കിട്ടുന്ന ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഡ്രസ്സിങ് യൂണിറ്റ് ആണ്. റൂമിൻ്റെ സൈസ് പറയുകയാണെങ്കിൽ 3.9 by 3.6 ആണ് ഇവിടുത്തെ ബെഡ്റൂം സൈസ് വരുന്നത്. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് നൽകിയിരിക്കുന്നത് വാർഡ്രോബിൻ്റെ ആ ഒരു സൈഡിലാണ്. വിട്രിഫൈഡ് ടൈലാണ് ബാത്റൂമിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അത് വാളിൽ ഗ്ലോസി ടൈലുകൾ ഉപയോഗിച്ചിരിക്കുന്നു. സ്റ്റെയർ കേസിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ നേരത്തെ പറഞ്ഞു. സ്റ്റീൽ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റെയർ കേസ് ആണ്. ഗ്ലാസ് ആണ് ഹാൻഡ് റെയിൽ നൽകിയിരിക്കുന്നത്. വാളിൽ ഇതേപോലെ തന്നെ ഒരു മിറർ ആർട്ട് നൽകിയിരിക്കുന്നു. വുഡൻ ഫ്രെയിമും ഗ്ലാസും വരുന്നുണ്ട്. സെയിം രീതിയിൽ തന്നെ ഗ്ലാസും വുഡൻ ഫ്രെയിമും. നേരെ നമ്മൾ നടന്നു വരുന്നത് ഈ ഒരു ലാൻഡിങ് സ്പേസിലേക്കാണ്. ഇവിടുത്തെ ഈ ഒരു പർഗോള ഐറ്റം നോക്കും, നല്ല രസമില്ല. ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് വെളിച്ചം നല്ല രീതിയിൽ വീട്ടിനകത്തേക്ക് വരുന്ന രീതിയിലാണ് ഈ ഒരു ഏരിയ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്സ്റ്റെയറിൽ ഈ ഒരു ഏരിയ മുഴുവനായിട്ട് ഡബിൾ ഹൈറ്റ് സ്പേസ് ആയിട്ടാണ് നൽകിയിരിക്കുന്നത്. സെൻറ്ററിൽ ഇതേപോലെ നല്ല ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ് നൽകിയിരിക്കുന്നു. സ്റ്റെയർ കേസിൽ നിന്ന് നമ്മൾ നേരെ കയറി ചെല്ലുന്നത് ചെറിയൊരു അപ്പർ ലിവിങ് സ്പേസിലേക്കാണ്. ഇവിടെ ഒരു ഊഞ്ഞാൽ നൽകിയിരിക്കുന്നു. അപ്സ്റ്റെയറിൽ തന്നെ ഒരു ഊഞ്ഞാൽ നൽകിയിട്ടുണ്ട്. നല്ല റിലാക്സ് ചെയ്യാൻ പറ്റുന്നൊരു ഏരിയ ആയിട്ടാണ് ഈ ഒരു ഭാഗം. ഇവിടെയൊക്കെ ഗ്ലാസ് ആണ് നൽകിയിട്ടുള്ളത്. ബാൽക്കണിയിലേക്കുള്ള ആക്സസ് ഈ ഭാഗത്തൂടെയാണ്. ആ ഭാഗത്തൊക്കെ കർട്ടൻ നൽകിയിട്ടുണ്ട്. 2 ബെഡ്റൂമുകളാണ് അപ്സ്റ്റെയറിൽ ചെയ്തിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ബെഡ്റൂം ഈ ഭാഗത്താണ് നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ സൈസ് പറയുകയാണെങ്കിൽ ഇവിടെ കുറച്ചുകൂടെ സൈസ് വരുന്നുണ്ട്. ഒരു 4.2 ആണ് ഇവിടുത്തെ നീളം വരുന്നത്. 3.6 ആണ് വീതി വരുന്നത്. ഈ ഒരു വാള് കംപ്ലീറ്റ് ആയിട്ട് ഫുൾ ഹൈറ്റിൽ കർട്ടൻ ചെയ്തിരിക്കുന്നു. കട്ടിലും അലമാരയും ഇമ്പോർട്ടഡ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാൽക്കണി നൽകിയിട്ടുണ്ട്. സ്ലൈഡിംഗ് ഡോറാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പം പുറത്തേക്ക് ഇറങ്ങി നിൽക്കാനുള്ളൊരു ബാൽക്കണി സ്പേസ് കൂടെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു മിനിമം സ്പേസ് മാത്രമാണ്, പക്ഷേ എല്ലാ സൗകര്യങ്ങളും ഈ പ്ലാനിങ്ങിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് ഡയറക്റ്റ് അല്ല, ഈ ഒരു സൈഡിൽ ഇതേപോലെ ഒരു ഗ്യാപ്പ് നൽകി അവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ നൽകിയിരിക്കുന്നു. അവിടെ നിന്നാണ് ഡോറ് നൽകിയിരിക്കുന്നത്. ബാത്റൂം അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു നിഷ് ഏരിയ ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നു. അതിൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു വൈറ്റ് ഫിനിഷ് വാൾ ടൈലാണ് ബാത്റൂമിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്സ്റ്റെയറിലെ 2ാമത്തെ ബെഡ്റൂം നൽകിയിരിക്കുന്നത് ഈ ഭാഗത്താണ്. നേരെ ഇവിടെ ഒരു പാസേജ് ഉണ്ട്. നമുക്ക് ബാൽക്കണിയിലേക്ക്, നമ്മുടെ ടെറസ് ഏരിയയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള പാസേജാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഓരോ ബെഡ്റൂമുകളും ഓരോ തീമിലാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. വാർഡ്രോബിൻ്റെ ഡിസൈന് ഈ ഒരു പാറ്റേൺ നൽകിയിരിക്കുന്നു. ഈ ഭാഗത്ത് വലിയൊരു കർട്ടൻ നൽകിയിട്ടുണ്ട്. കർട്ടൻ്റെ ഫാബ്രിക്കിന് നല്ല ഭംഗിയുള്ളൊരു കളറാണ് നൽകിയിട്ടുള്ളത്. ഈ ഭാഗത്ത് വരികയാണെങ്കിൽ ഇതാണ് കട്ടിലിൻ്റെ ഡിസൈൻ വരുന്നത്. വാളിൽ സിമ്പിളായിട്ട് മോൾഡിങ്ങുകൾ നൽകിയിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ലൈറ്റുകൾ വാളിൽ സെറ്റ് ചെയ്തിരിക്കുന്നു. സിമ്പിളായിട്ടാണ് ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അനുകരിക്കാവുന്നൊരു ഇൻറ്റീരിയർ കൂടിയാണ്, മാതൃകയാക്കാവുന്നൊരു ഇൻറ്റീരിയർ കൂടിയാണ്. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് കൂടെയുണ്ട്, ഞാൻ കാണിക്കാൻ മറന്നു. ഇവിടെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ അറ്റാച്ച്ഡ് ടോയ്ലറ്റും നൽകിയിട്ടുണ്ട്. വിട്രിഫൈഡ് ടൈലാണ് ഈ ഒരു ബാത്റൂമിലും യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ കാണിച്ചിരിക്കുന്നത് എടപ്പാളിൽ ജബ്ബാർ ആൻഡ് ഷർമിന ദമ്പതികളുടെ മനോഹരമായിട്ടുള്ള 2400 സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ വിശേഷങ്ങളാണ്. മനോഹരമായിട്ടുള്ള വീടാണ് കേട്ടോ. നല്ല ഭംഗിയിൽ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നൊരു വീട്, നല്ല വൃത്തിയുള്ളൊരു വീട് കൂടിയാണ്.
നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ ഇനിയും ബാക്കിയുണ്ടാവും. നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം. ടോട്ടൽ എക്സ്പെൻസ് എത്രയാണെന്നുള്ളത് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചോദ്യമാണ്. അത് നിങ്ങൾ നേരിട്ട് ആർക്കിടെക്ട്സുമായിട്ട് സംസാരിക്കണം. നിങ്ങളുടെ വീട് നിൽക്കുന്ന സ്ഥലം, വീട് പണി തുടങ്ങാൻ പോകുന്ന സമയം, എത്ര കാലത്തേക്കാണ് നിങ്ങൾ ഈ ഒരു പ്രൊജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്, ഇതൊക്കെ വെച്ചിട്ടാണ് ബഡ്ജറ്റുകൾ ഇടുക. അതുകൊണ്ട് തന്നെ ചെയ്തൊരു വീടിൻ്റെ ഒരു ബഡ്ജറ്റ് പറഞ്ഞ് പുതിയൊരു വീട് നമ്മൾ ചെയ്യുന്നത് ശരിയല്ല. നിങ്ങളുടെ മുന്നിൽ ഒരു പ്ലാന് വെച്ചിട്ട് കൃത്യമായിട്ട് കോട്ടെടുക്കുന്നതാണ് അതിൻ്റെ ഒരു ശരിയായ രീതി. ഞാനൊരു എഞ്ചിനീയർ ആയതുകൊണ്ടാണ് വ്യക്തമായിട്ട് നിങ്ങൾക്ക് അത് പറഞ്ഞു തരുന്നത്. ആർക്കിടെക്റ്റിൻ്റെ നമ്പർ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും നൽകാം. ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു ആർക്കിടെക്ട്സിനെ നിങ്ങൾക്ക് മലപ്പുറത്തോ കോഴിക്കോടോ ഓൾ കേരള ലെവലിൽ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കും. കോൺടാക്ട് നമ്പർ ഞാൻ നൽകുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.